നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ജാവലിൻ ത്രോ. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുംകർ ജാംദർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്? മദ്രാസ്. 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ മറാത്ത. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ലോർഡ് ലിൻലിത്ഗോ. പി.എസ്.സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്ന് കടമെടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. രാജ്യസഭാ വൈസ് ചെയർമാനാകേണ്ട പ്രായം 30 വയസ്സ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ച് കൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജി. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കേഴ്സൺ. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40. അഗ്നി, സൂര്യ. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മിസൈൽ. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ജോഡി ഓപ്ഷൻ എ ആണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ 3 ആണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിക്കാം. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹരിയാന. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവ ഉൾപ്പെടുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി. 4-ാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി. കേരളത്തിന്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ ശരിയായ ജോഡി പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി. 3-ാമത്തെ പ്രസ്താവന ശരിയല്ല. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്നിവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ
ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറ് മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകളിൽ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-ന്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPL-ൽ IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് തുഷാർ ദേശ്പാണ്ഡെ. ജ്ഞാനപീഠ പുരസ്കാരം 2023-ൽ നേടിയത് വി. മധുസൂദനൻ നായർ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ. VK മോഹൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ D. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏതു കാർഷിക വിളയിൽപ്പെടുന്നതാണ് വെള്ളായണി ഹസ്വ കിഴങ്ങുവർഗം? വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഡയേറിയ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയുത്തരം. പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ E. coli ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയില്ലാത്ത കാർബണിന്റെ രൂപം കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് 2, 3 മാത്രം. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കും. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1, 2 മാത്രം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിനു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ സാരഥി. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ശാസ്ത്രജ്ഞർ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരിരക്ഷ വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ചിക്കൻ പോക്സ്. വിറ്റമിൻ B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ അനാരോഗ്യമായ ഭക്ഷണശീലം. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കോശിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ വെരിസെല്ല വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനത്ത് ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ അമൃത്. 2023-ൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്
കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ശ്രുതിതരംഗം. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? വില്യം ബെന്റിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യസമരം നയിച്ചിരുന്നത് നേതാക്കന്മാരായിരുന്ന നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം പോവേർട്ടി ആൻഡ് അൺ-ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഇ.വി. രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്നത് ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടത്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കാക്കി പ്രഖ്യാപിച്ചത് 2003. ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7-ാം സ്ഥാനമുള്ളത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുതി പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിന്റെ കഥാപാത്രമല്ലാത്തത് സുമതി. മല്ലി, രേഷ്മ, കിരൺ എന്നിവർ കഥാപാത്രങ്ങളാണ്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ശാസ്താംകോട്ട. ചേരുംപടി ചേർക്കുക. റിഗ് തവളകൾ കക്കയം. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി. വരയാട് ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5° പൂർവ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് ഉള്ളത് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി 1, 3. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ചേരുംപടി ചേർക്കുക. വരാഹമിഹിരൻ,
ലഘുജാതകം കാളിദാസൻ വിക്രമോർവശീയം വിശാഖദത്തൻ മുദ്ര രാക്ഷസം ശൂദ്രകൻ മൃച്ഛകടിക. ആദിത്യ L1 വിക്ഷേപിച്ച ഉപഗ്രഹം PSLV C-57. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് അഗസ്ത് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 മണ്ണുദിന സന്ദേശം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണവും ആഗിരണം ചെയ്യുന്ന ഭാഗം. 3 പ്രസ്താവനകളും ശരിയാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റമിൻ എ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപം രാസോർജ്ജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സിനിടയിൽ. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസ്സും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. മുകളിലത്തെ പ്രസ്താവനകളിൽ ഏതാണ് ശരി? രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. എല്ലാ അയിരും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് 3 പേർക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? എലിപ്പനി. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് കർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? പ്ലാസ്മോഡെസ്മാറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവന 2, 4 എന്നിവ ശരിയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ.
ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൗലിക അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A എന്തിനു അവകാശത്തെക്കുറിച്ചാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസം. മലബാറിലെ കർഷക കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ. സാമൂഹികമായി അടച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം സിംഗപ്പൂർ. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ അജയ്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ല. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. മലയാളിയായ KM പണിക്കർ ഇതിൽ അംഗമായിരുന്നു. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്തത് മധുര. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതി. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ജീവൻ രക്ഷാ പതക്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ഡെക്കാനുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലാച്ച ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82½ ഡിഗ്രി പൂർവ്വ രേഖാംശം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളം 2ാം സ്ഥാനത്തുള്ളത്? കാപ്പി. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം. ഏകദേശം 2695 മീറ്റർ ഉയരം. കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദി ദക്ഷിണാഫ്രിക്ക. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കു വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് കിലിയൻ മർഫി. 2ാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. അദ്ദേഹത്തിന്റെ മണ്ഡലം മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായിട്ട് വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി നടത്തിയത് ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് പേര് നൽകിയത് നീലു.
ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചമച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ചർവണകവും അഗ്രചർവണകവും. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഡി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്നത് 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമേത്? സ്വീഡൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. തുല്യ വലുപ്പമുള്ള രണ്ട് സമദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രിയായിരിക്കും? 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായത്: സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർകാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കുന്നു. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരി. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെന്ററിൻ്റെ പേര് സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI ചിപ്പ് കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിംഗും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിഷ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂനെ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന പേര് MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ നിപ്പ, എംപോക്സ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? റൗലറ്റ് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത്? ഉദ്ധം സിംഗ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര്? അംബേദ്കർ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതിയെ സമീപിക്കാനാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതലയെന്ത്? നിയമനിർമ്മാണം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ വൈകുണ്ഠസ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ബ്രസീൽ. ശ്രീലങ്കയിൽ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് റനിൽ വിക്രം സിൻഹ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. ചേരുംപടി ചേർക്കുക. ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ ഡി.എസ്. കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റ്. BC. അക്ഷാംശം 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെ. രേഖാംശം 8°4' കിഴക്ക് മുതൽ 37°6' കിഴക്ക് വരെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി പാമീർ. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഹിമാലയം. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി. അക്ഷാംശം 8°18' വടക്ക് മുതൽ 12°48' വടക്കു വരെ. രേഖാംശം 74°52' കിഴക്ക് മുതൽ 77°22' കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വ ഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. നെയ്യാർ. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ തിരിച്ചറിയുക. സിയാൽ പദ്ധതി എറണാകുളം. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചെമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ, വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ വെച്ചാണ് നടന്നത്? എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം 800. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടി അധ്യക്ഷത വഹിച്ച രാജ്യം ബ്രസീൽ. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ: വിറ്റമിൻ എ, വിറ്റമിൻ ഡി. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരാസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഫോർമിക് ആസിഡ്.
താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് വിസരണം. താഴെ പറയുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം സിങ്ക്. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ചാന്ദ്രയാൻ 3. ചേരുംപടി ചേർക്കുക. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഡെങ്കിപ്പനി വൈറസ്. മലമ്പനി പ്ലാസ്മോഡിയം. മന്ത് രോഗം പരത്തുന്ന കൊതുക് ക്യൂലെക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം മീസിൽസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്ഫിഗ്മോ മാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം ആട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനു കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? മലിനജലം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണനാണ്.